തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് വടക്കുന്നാഥന്റെ ക്ഷേത്ര തെക്കേ ഗോപുരനടയിൽ പൂരവിളംബരം. നീതലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് സാക്ഷിയാകാൻ ആയിരങ്ങൾ തെക്കേ ഗോപുരനടയിലെത്തി. എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റി അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ചെറുപൂരങ്ങൾക്ക് ശേഷം വൈകുന്നേരത്തോടെ നീതലക്കാവിലമ്മ മടങ്ങും. വിവരങ്ങളുമായി നീതലക്കാവിൽ തെക്കേ ഗോപുരനടയിൽ നിന്നും അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, ഇനിയിപ്പോൾ ചെറുപൂരങ്ങൾ, വൈകിട്ട് ചെറുപൂരങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷകളിലൊന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടാകുമോ? അങ്ങനെ ഒരുപിടി സസ്പെൻസുകൾ. ഇനിയിപ്പോൾ 36 മണിക്കൂർ വർണ്ണ താള മേളങ്ങളുടെ ആഘോഷകാലമാണ് തൃശ്ശൂരിൽ. ഹാഷ്മി, തീർച്ചയായും ഇന്ന് ഈ തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ നീതലക്കാവ് അമ്മയുമായി പുറത്തു വന്നതോടുകൂടി വലിയ ആവേശത്തിലേക്കാണ് തൃശൂർ കടന്നിരിക്കുന്നത്. ഇനി എന്തായാലും പൂരത്തിന്റെ മണിക്കൂറുകളാണ്. വരുന്ന 36 മണിക്കൂർ നീതലക്കാവിലമ്മ തുറന്ന ആ തെക്കേ ഗോപുരനട തുറന്നു കിടക്കും എന്നുള്ളതാണ് ചരിത്രം. അത് ഈ വർഷങ്ങളോ, ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ തവണ തുറന്നു കിടക്കുന്നത് ഈ പൂരദിനത്തിലാണ്. എന്തായാലും ആ ചടങ്ങ് വലിയ ആവേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. അത് പൂരത്തിന്റെ വിളംബരം കൂടിയാണ്. എന്തായാലും മറ്റ് ദേശങ്ങളെ, അതായത് ചെറുപൂരങ്ങളെ ഈ പൂര ദിനങ്ങളിലേക്ക് ക്ഷണിക്കുക കൂടി എന്നുള്ള ഒരു ആചാരം കൂടി ചടങ്ങിന്റെ ഭാഗമായുണ്ട്. എന്തായാലും മറ്റു ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി നീതലക്കാവിലമ്മ മടങ്ങുമെന്നാണ് വിശ്വാസം. അത് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്നതാണ്. എന്തായാലും ഇപ്പോഴും നീതലക്കാവിലമ്മ ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂർക്കാരുടെ ഒരു വിശ്വാസം. നാളെയാണ് പ്രധാന പൂരം. നാളെ പുലർച്ചെ 6 മണിയോടുകൂടി കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടുകൂടി ആദ്യ പൂരം അത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തും. അത് ഐതിഹ്യപ്രകാരം വടക്കുന്നാഥൻ കണി കണ്ടു ഉണരേണ്ടത് ഈ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്താണ്. അത് വെയിലും മഞ്ഞുമേൽക്കാതെ ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതിന്റെ പുറത്താണ് പുലർച്ചെ 6 മണിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നത്. അതിന് പിന്നാലെ തിരുവമ്പാടി അടക്കമുള്ള പാറമേക്കാവ് അടക്കമുള്ള മറ്റ് ദേശങ്ങളുടെ പൂരങ്ങളും ഈ പൂരനഗരിയിലേക്ക് എത്തും. അതോടുകൂടി ആ പൂരം ഒരു പാരമ്യതയിലേക്ക് എത്തും. കുടമാറ്റമടക്കമുള്ള പൂരപ്രേമികൾ കാത്തിരിക്കുന്ന സുപ്രധാന പരിപാടികൾ നാളെയാണുള്ളത്. എന്തായാലും നാളെ തൃശ്ശൂർ ഒരു ജനസാഗരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻകാലങ്ങളിലേക്കാൾ തിരക്ക് ഇന്നുണ്ടായിരുന്നു. അതിന്റെ എത്രയോ മടങ്ങാകും നാളെ ഉണ്ടാവുക. അതിൽ വലിയ ചൂടൊക്കെയാണെങ്കിൽ കൂടി ആ ചൂടിനെയൊക്കെ നിലാവാക്കി ഒരു ജനസമുദ്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു മഹാകടൽ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. തൃശ്ശൂരിലേക്ക് വർഷിപ്പ് പറയുന്ന രാമനുണ്ട് എന്ന് പറയുകയാണ്. രാമൻ ഉണ്ടാവട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആനകളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എക്കാലത്തെയും പൂരത്തിൽ ഒരുപാട് ആരാധകരുള്ള ആനയാണ്. അപ്പോൾ ആന ഉണ്ടാകും എന്ന് തന്നെയാണ് തൃശ്ശൂരിൻ്റെ പൂരപ്രേമികളുടെ, ആനപ്രേമികളുടെ പ്രതീക്ഷ.